പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചതിനും രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിനുമെതിരെ റാപ്പർ വേടനെതിരെ പോലീസിൽ പരാതി നൽകി ശ്രീറാം സേന. ശ്രീറാം സേന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു ജേക്കബ് കോമത്താണ് മാനന്തവാടി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഉചിതമായി അന്വേഷിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ലഹരിക്ക് അടിമയായ വേടനെ പരിപാടി സ്ഥലത്ത് തടയുമെന്നും കേരളത്തിൽ ഇനി ഒരിടത്തും വേടന്റെ ലഹരി കൂത്താട്ട പരിപാടികൾ നടത്താൻ ശ്രീറാം സേന അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ചെയ്തത്. അതുപോലെ കൂടാതെ തന്നെ ഈ വിഷയത്തിൽ രാജ്യദ്രോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കേസെടുക്കണം എന്നതാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നത്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ എന്നും ശക്തമായി നിലകൊണ്ടിട്ടുള്ള ഒരു ഹൈന്ദവ സംഘടനയാണ് ശ്രീറാം സേന. ലഹരി ഉപയോഗ കേസിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ റാപ്പർ വേടൻ എന്ന് അറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിയുടെ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ടിയാൻ പരാമർശിച്ചിട്ടുള്ളത്. മാത്രമല്ല, ടിയാന്റെ പല വീഡിയോകളിലും സ്റ്റേജ് പരിപാടികളിലും ഇന്ത്യ വിരുദ്ധത നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ ടിയാനെതിരെ രാജ്യദ്രോഹ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു എന്നതാണ് ആ കത്തിൽ അല്ലെങ്കിൽ ആ പറയുന്ന പരാതിയിൽ അതിന്റെ ഉള്ളടക്കമായി ഉള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനു മുന്നെയാണ് വേടൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ട് പാട്ടുപാടുന്നതും. ഇതിൽ പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വേടന്റെ പേരിൽ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടായതും. പ്രധാനമന്ത്രിയെ അപമാനിച്ച വിഷയവും ഉയർന്നു വരുന്നു. ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചറും കഴിഞ്ഞ ദിവസം വേടനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നിരുന്നു. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും അവർ പറഞ്ഞു. വേടൻ നടത്തുന്നത് പട്ടികജാതിക്കാരുടെ കലാരൂപമല്ല, റാപ്പ് സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരുടെ തനതായ കലാരൂപം? KP ശശികല ടീച്ചർ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട്? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് മ്യൂസിക് ആണോ അവിടെ കേൾക്കേണ്ടതെന്നും വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും അതുപോലെ തന്നെ കഞ്ചാവ് ലഹരിയിൽ കഴിയുന്നവർ പറയുന്നതേ കേൾക്കൂ എന്നത് ഭരണത്തിന്റെ ഒരു രീതി മാറ്റമാണ് എന്നും വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്, ആടിക്കളിക്കട കുഞ്ഞിരാമ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നായിരുന്നു ശശികല ടീച്ചർ വ്യക്തമാക്കിയത്. പാലക്കാട് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. അതുപോലെ റാപ്പർ വേടൻ മുൻപ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച വീഡിയോ വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. ജാതി വ്യവസ്ഥ സമൂഹത്തിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുമ്പോൾ അധസ്ഥിതരെ അവരുടെ വികാരത്തിലും ജാതിയിലും തളച്ചിടുകയും പരസ്യമായി ജാതി പേർ വിളിക്കുകയുമാണ് ഉണ്ടായത്. വേടന്റെ പരിപാടി എന്നും വിമർശനം വന്നിരുന്നു. അതുപോലെ തന്നെ ഇതര ജാതിക്കാരെ വിമർശിച്ച് ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതെന്നത്രേ. വേടൻ സ്വന്തം കാര്യലാഭത്തിനും പണത്തിനും റീച്ചിനും ബിസിനസ്സായി പരിപാടികൾ നടത്തുമ്പോൾ പാവങ്ങളെ ബലിയാടാക്കുന്നുവെന്നും ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച റാപ്പർ വേടന്റെ പാട്ട് വന്നതും ഇപ്പോൾ മോദി വിരുദ്ധർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാക്കുകയാണ്. മോദി കപട ദേശവാദി എന്നതാണ് അവഹേളനം. 5 വർഷങ്ങൾക്ക് മുൻപ് പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു വേടന്റെ വരികൾ വന്നതും. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരിപാടിക്കിടയിലാണ് മോദി കപട ദേശവാദി എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് വേടൻ വേദിയിൽ പാടുന്നതും. ഇതേ വരികൾ ആലപിക്കുന്ന മറ്റൊരു വീഡിയോ വേടൻ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പേരിൽ 4 വർഷം മുൻപ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ മോദി എന്ന് പേരെടുത്ത് പറയുന്നില്ല. ഇതായിരുന്നു ശശികല ടീച്ചർ ഉന്നയിച്ച വിമർശനം. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ശ്രീറാം സേന രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.